ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇൻ മലയാളത്തിൻ്റെ 14-ാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ലുക്ക് ലൈക്ക് വേർഡ്സ്, രൂപസാദൃശ്യമുള്ള വാക്കുകൾ. അതിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് നോക്കുന്നത്. അതിനു മുൻപായി നമുക്ക് ഒരു വാക്കിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കാം. SEW. അത് സ്യൂ എന്നാണ് നിങ്ങൾ ഉച്ചരിക്കുന്നതെങ്കിൽ അത് ശരിയല്ല. ഇതിൻ്റെ ശരിയായ ഉച്ചാരണം സോ എന്നാണ്. സോ ഇതിൻ്റെ അർത്ഥം തയ്ക്കുക, തുന്നുക. സ്യൂയിങ് മെഷീൻ എന്നല്ല, പകരം സോയിങ് മെഷീൻ എന്ന് പറയുക. നമ്മൾ രൂപസാദൃശ്യമുള്ള വാക്കുകളുടെ 2-ാം ഭാഗത്തേക്ക് കടക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ ഞാൻ ഇനി സ്ക്രീനിൽ നിന്നും പിന്മാറുകയാണ്, കൂടുതൽ സ്പേസ് ആവശ്യമുള്ളതുകൊണ്ട്. ലുക്ക് ലൈക്ക് വേർഡ്സ് 2-ാം ഭാഗം. ഓൾട്ടർ, ഓൾട്ടർ, ALTAR. ആദ്യത്തെ വാക്ക് ALTAR, അൾത്താര, ബലിപീഠം മുതലായവ. ALTER എന്ന് പറഞ്ഞാൽ അല്പം ഭേദപ്പെടുത്തുക, രൂപഭേദം വരുത്തുക. ഡ്രസ്സൊക്കെ വാങ്ങിച്ച് സ്വല്പം വലുതാണെങ്കിൽ നമ്മൾ ഓൾട്ടർ ചെയ്യും, അത് ALTER ആണ്. അടുത്ത വാക്ക് ആംബിറ്റ് ആൻഡ് ആംപിറ്റ്. AMBIT, ആംബിറ്റ്, ചക്രവാളം, വലയം, വളയം, വ്യാപ്തി. ARMPIT, കക്ഷം അല്ലെങ്കിൽ ഭുജക്കുഴി എന്ന് പറയും, ആംബിറ്റ്. ആംബിൾ ആൻഡ് ആംബിൾ. AMBLE ആൻഡ് AMPLE. AMPLEയുടെ അർത്ഥം മന്ദഗമനം, മന്ദഗമനം. AMPLE ധാരാളം, യഥേഷ്ടം, വേണ്ടുവോളം. അടുത്ത വാക്കുകൾ ആനുവൽ ആൻഡ് എനൽ. ANNUL. ആനുവൽ ANNUAL, പ്രതിവർഷമുള്ള, വാർഷികമായ. എനൽ ANNUL, അസാധുവാക്കുക. ANNUL എനൽ എന്നാണ്, അനൽ എന്നല്ല. അടുത്ത വാക്കുകൾ ആൻറ്റിക് ആൻഡ് ആൻറ്റിക്. ANTIC, ANTIQUE. ANTICയുടെ അർത്ഥം കോമാളി, കോമാളിയായ, വികൃതമായ, വിദൂഷകൻ. ANTIQUE, ആൻറ്റിക്, പുരാതനം, പുരാവസ്തു. അപ്പോയിൻറ്റ് ആൻഡ് ഡിസപ്പോയിൻറ്റ്. അപ്പോയിൻറ്റ്, അപ്പോയിൻ്റ് അല്ല, അപ്പോയിൻറ്റ് മീൻസ് നിയമിക്കുക. ഡിസപ്പോയിൻറ്റ്, നിരാശപ്പെടുത്തുക. ഡിസപ്പോയിൻറ്റ്. ആൻഹിലേഷൻ. ANHELATION ആൻഡ് annihilation. സ്പെല്ലിങ് ശ്രദ്ധിക്കുക. ആദ്യത്തെ ആൻഹിലേഷൻ ANHELATION മീൻസ് ശ്വാസതടസ്സം. രണ്ടാമത്തേത് ANNIHILATION annihilation മീൻസ് ഉന്മൂലനം ചെയ്യുക. ആപ്രിഹെൻഡ് ആൻഡ് റെപ്രിഹെൻഡ്. APPREHENT, ആപ്രിഹെൻഡ് മീൻസ് പിടികൂടുക, ഗ്രഹിക്കുക, ഊഹിക്കുക. reprehend, REPREHEND
HEND, ശാസിക്കുക, കുറ്റപ്പെടുത്തുക, താക്കീത് ചെയ്യുക. ആങ്കർ ആൻഡ് ആങ്കർ, ANCHOR, നങ്കൂരം, നങ്കൂരമിടുക. ANGER, ആങ്കർ, കോപം, അമർഷം. എറൈൻ ആൻഡ് എറേഞ്ച്, ARRAIGN, എറൈൻ എന്നാണ്, അറൈൻ എന്നല്ല. എറൈൻ എന്ന് പറഞ്ഞാൽ വിചാരണ ചെയ്യുക, കുറ്റപ്പെടുത്തുക, പരസ്യമായി കുറ്റാരോപണം നടത്തുക. എറൈഞ്ച് എന്ന് പറഞ്ഞാൽ ക്രമപ്പെടുത്തുക. ARRANG, എറൈഞ്ച്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. തമ്മിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ.